പരീക്ഷാ പേപ്പർ ചോർച്ചയും NDA എന്ന കേന്ദ്ര ഏജൻസിയുടെ കൊടും അഴിമതിയും പുറത്തു വന്നിട്ടും ആഴ്ചകളോളം നിസ്സംഗത പാലിച്ച നരേന്ദ്രമോദി സർക്കാർ ഒടുവിൽ ഗത്യന്തരമില്ലാതെയാണ് ഇപ്പോൾ കണ്ണു തുറന്നിരിക്കുന്നത്. ഈ പരീക്ഷാ ക്രമക്കേടുകൾ നടന്നിട്ടേയില്ല എന്ന് പാർലമെന്ററി സമിതിക്ക് മുന്നിലും മാധ്യമങ്ങൾക്ക് മുന്നിലും ആവർത്തിച്ച് കള്ളം പറഞ്ഞ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മുതൽ ഭരണകൂടത്തിന്റെ തലപ്പത്തിലുള്ളവർ വരെ ഇന്നാകെ പ്രതിരോധത്തിലായിരിക്കുകയാണ്. രാജ്യം ഭരിക്കുന്നവരുടെ ഈ ഒരു കള്ളത്തരങ്ങൾക്കും അഹങ്കാരത്തിനുമെതിരെ നീതിക്കായിട്ട് തെരുവിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ ഡൽഹി പോലീസ് കണ്ണീർ വാതകവും ലാത്തി ചാർജും പ്രയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ സ്വന്തം തെറ്റുകൾ മറയ്ക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികളുടെ പ്രഖ്യാപനവുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് ഇവിടെ പൂർണ്ണമായിട്ടും തുറന്നു കാട്ടപ്പെടുന്നത്. വിദ്യാഭ്യാസം എന്നത് ഒരാളെ പ്രബുദ്ധനാക്കാനും അവന്റെ അവകാശങ്ങളെക്കുറിച്ച് അവനെ ബോധവൽക്കരിക്കാനുമുള്ളതാണ്, അതല്ലാതെ അവനെ അടിമയാക്കാനുള്ളതല്ല എന്ന ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ മഹത്തായ വചനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് വിദ്യാർത്ഥി സമൂഹം ഈ ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ വിരൽ ചൂണ്ടുകയാണ്. പാവപ്പെട്ടവരും സാധാരണക്കാരനും ഒരു വിദ്യാർത്ഥിക്ക് കഠിനാധ്വാനത്തിലൂടെ മെഡിക്കൽ സീറ്റ് നേടാനുള്ള അവസരത്തെ പോലും കോടികൾ വാങ്ങുന്ന കോച്ചിങ് മാഫിയകൾക്കും വൻകിടക്കാർക്കും ചോർത്തി നൽകി തകർത്തെറിഞ്ഞ മോദി സർക്കാർ യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ ഭരണഘടനയും സാമൂഹിക നീതിയും തന്നെയാണ് അട്ടിമറിച്ചിരിക്കുന്നത്. നാട്ടിലെ ഒരു പരീക്ഷാ പേപ്പർ ചോർച്ച പോലും തടയാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ തടയാൻ താല്പര്യമില്ല എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിനു മുന്നിൽ ഈ കള്ള ഭരണകൂടം മറുപടിയില്ലാതെ ഓടിയൊളിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ആത്മഹത്യകൾക്ക് മുകളിൽ കെട്ടിപ്പൊക്കിയ തങ്ങളുടെ അധികാര കസേര സംരക്ഷിക്കാൻ ഇപ്പോഴും കള്ളങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ ജന്തർ മന്തർ എന്ന ഒരു പുതിയ വിപ്ലവത്തിന്റെ വേദിയായിട്ട് മാറുകയാണ്. രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും ഉറക്കം കെടുത്തിയ നീറ്റ് പരീക്ഷാ തട്ടിപ്പിനെതിരെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലെ ജന്തർ മന്തറിൽ ഇരമ്പിയാർക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ മോദി സർക്കാരിന്റെ അഹങ്കാരത്തിനേറ്റ കനത്ത പ്രഹരമായിട്ട് മാറുകയാണ്. മാസങ്ങളോളം പരീക്ഷാ ക്രമക്കേടുകൾ മറച്ചുവെക്കുകയും യാതൊരുവിധ പേപ്പർ ചോർച്ചയും നടന്നിട്ടില്ല എന്ന് പാർലമെന്റിലും മാധ്യമങ്ങൾക്ക് മുന്നിലും ആവർത്തിച്ച് കള്ളം പറയുകയും ചെയ്ത കേന്ദ്ര ഭരണകൂടം ഒടുവിൽ ജനാധിപത്യപരമായിട്ടുള്ള പ്രതിരോധത്തിന് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നു. പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ചോരയും നീരുമൊഴുക്കി നേടിയ മാർക്കുകളെ കോടികൾ വാങ്ങുന്ന കോച്ചിങ് മാഫിയകൾക്ക് വിറ്റഴിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെയും അതിന് കുടപിടിച്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തെയും ജനമധ്യത്തിൽ വിചാരണ ചെയ്യുകയാണ് ജന്തർ മന്തറിലെ ഈ ഒരു കത്തുന്ന തെരുവുകൾ. വിദ്യാഭ്യാസം എന്നത് ഒരാളെ പ്രബുദ്ധനാക്കാനും അവന്റെ അവകാശങ്ങളെക്കുറിച്ച് അവനെ ബോധവൽക്കരിക്കാനുമുള്ളതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർ BR അംബേദ്കറുടെ വിപ്ലവകരമായിട്ടുള്ള വാക്കുകളാണ്. ഈ വാക്കുകളെ ആസ്പദമാക്കിയാണ് ഇന്ന് ജന്തർ മന്തർ കത്തുന്നത്. ഡോക്ടർ BR അംബേദ്കർ വിഭാവനം ചെയ്ത സാമൂഹിക നീതിയുടെയും തുല്യതയുടെയും അന്തസ്സത്തെ തകർത്ത് പണമുള്ളവന് മാത്രം ഉന്നത വിദ്യാഭ്യാസം എന്ന ഫാസിസ്റ്റ് അജണ്ടയാണ് ഈ പരീക്ഷാ തട്ടിപ്പിലൂടെ ഇവിടെ വ്യക്തമാകുന്നത്. നീറ്റ് പരീക്ഷാ ഫലം പുറത്തു വന്ന ആദ്യ ദിവസങ്ങളിൽ യാതൊരു ക്രമക്കേട് നടന്നിട്ടില്ല എന്നും NDA സുതാര്യമായാണ് പ്രവർത്തിച്ചത് എന്നും പരസ്യമായിട്ട് പ്രഖ്യാപിച്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വാക്കുകൾ തികഞ്ഞ കള്ളത്തരമായിരുന്നു എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ കടുത്ത പരാമർശങ്ങളും രാജ്യവ്യാപകമായിട്ട് ഉയർന്ന ജനരോഷവും ഭയന്ന് മാത്രമാണ് ഒടുവിൽ പരീക്ഷയിൽ അപാകതകൾ ഉണ്ട് എന്ന് സമ്മതിക്കാൻ കേന്ദ്രമന്ത്രി തയ്യാറായത്. അഴിമതിയും കള്ളത്തരവും കയ്യോടെ പിടിക്കപ്പെട്ടിട്ടും രാജിവെക്കാൻ തയ്യാറാകാതെ അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്ന ധർമ്മേന്ദ്ര പ്രധാന്റെ ഈ ഒരു നിലപാട് വിദ്യാർത്ഥി സമൂഹത്തോടും ജനാധിപത്യത്തോടുമുള്ള വെല്ലുവിളിയാണ്. പരീക്ഷാ പേപ്പർ ചോർച്ച പ്രാദേശികമായിട്ടുള്ള ചില കേന്ദ്രങ്ങളിൽ മാത്രമാണ് നടന്നതെന്നും പരീക്ഷ മൊത്തത്തിൽ റദ്ദാക്കേണ്ട സാഹചര്യമില്ല എന്നും കാണിച്ച് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകാൻ ഒരുങ്ങുന്ന കേന്ദ്ര സർക്കാരിന്റെയും NDAയുടെയും നീക്കം അങ്ങേയറ്റം ലജ്ജാകരമാണ്. ബീഹാർ, ഗുജറാത്ത്, ഡൽഹി തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ ചോദ്യപേപ്പർ കോടികൾക്ക് വിറ്റഴിച്ചതിന്റെ തെളിവുകൾ പുറത്തു വന്നിട്ടും തങ്ങളുടെ പരാജയം ഒളിച്ചുവെക്കാൻ കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. അഴിമതിയുടെ വേരുകൾ ഭരണകൂടത്തിന്റെ തലപ്പത്തിലുള്ളവരിലേക്ക് നീളുന്നത് കൊണ്ടാണ് ഈ വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു പുനഃപരിശോധന അല്ലെങ്കിൽ ഒരു പുനഃപരീക്ഷ പ്രഖ്യാപിക്കാൻ മോദി സർക്കാർ ഇപ്പോഴും മടിക്കുന്നത്. കാരണം കൂട്ടാളികളാണ് ഇതിന് പിന്നിൽ. പരീക്ഷാ തട്ടിപ്പും മാർക്ക് തിരിമറിയും കാരണം മാനസികമായി
ഒന്നൊന്നായിട്ട് തകർന്ന രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി വിദ്യാർത്ഥികളാണ് ജീവനൊടുക്കിയത്. ഒരു ആയുസിന്റെ മുഴുവൻ അധ്വാനവും പ്രതീക്ഷകളും തകർക്കപ്പെട്ട യുവതലമുറയുടെ ഈ ഒരു ആത്മഹത്യകൾക്ക് ഉത്തരവാദി നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണപരാജയം തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ കാരണം ജീവൻ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളുടെ കുടുംബങ്ങളോട് ഒരു വാക്ക് പോലും ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറാകാത്ത പ്രധാനമന്ത്രിയുടെ നിശബ്ദത കടുത്ത ക്രൂരതയാണ് വിളിച്ചുകാട്ടുന്നത്. അധികാരത്തിന്റെ ഹുങ്കിൽ സാധാരണക്കാരുടെ കണ്ണീര് കാണാതെ പോകുന്ന ഭരണാധികാരികൾക്ക് ചരിത്രം ഒരിക്കലും മാപ്പ് നൽകില്ല എന്ന് ജന്തർ മന്ദറിലെ സമരക്കാർ ഓർമ്മിപ്പിക്കുകയാണ്. വിദ്യാർത്ഥി പ്രക്ഷോഭം ഭയന്ന് കേസ് CBIക്ക് വിടുകയും കേസ് വേഗത്തിൽ തീർപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സമീപിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ വെറും രാഷ്ട്രീയ നാടകം മാത്രമാണ്. മുൻപ് നടന്ന വ്യാപം അഴിമതി ഉൾപ്പെടെയുള്ള പല വലിയ തട്ടിപ്പ് കേസുകളിലും CBI അന്വേഷണം പ്രഖ്യാപിച്ച് പ്രതികളെ സംരക്ഷിച്ച ചരിത്രമാണ് BJP സർക്കാരിനുള്ളത്. അത് കാണുന്നുമുണ്ട്. ഈ കേസുകളും വർഷങ്ങളോളം നീട്ടിക്കൊണ്ടുപോയി ജനശ്രദ്ധ തിരിച്ചുവിടാനും കുറ്റക്കാരായ വൻകിട കോച്ചിങ് ലോബികളെയും ഉദ്യോഗസ്ഥരെയും സുരക്ഷിതമായിട്ട് രക്ഷപ്പെടുത്താനുമുള്ള ഗൂഢമായിട്ടുള്ള നീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നത്. തങ്ങളുടെ ഭാവിയെ വെച്ച് ചൂതാട്ടം നടത്തിയ മോദി സർക്കാരിന്റെ കപട ദേശീയതയും വികസനവാദങ്ങളും ഇന്ത്യൻ യുവത്വം പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. നീതി നിഷേധിക്കപ്പെടുമ്പോൾ പ്രതിരോധം കടമായി മാറുന്നു എന്ന ജനാധിപത്യ തത്വം മുറുകെ പിടിച്ച് തെരുവിൽ പോരാടുന്ന ഈ വിദ്യാർത്ഥികൾ രാജ്യത്തിന്റെ ഒരു പുതിയ രാഷ്ട്രീയ മാറ്റത്തിനാണ് അടിത്തറയിടുന്നത്. കള്ളങ്ങൾ കൊണ്ട് മാത്രം ഒരു രാജ്യത്തെ ജനങ്ങളെ എക്കാലവും പറ്റിക്കാൻ കഴിയില്ല എന്ന വലിയ പാഠമാണ് ജന്തർ മന്ദറിലെ ഈ ഒരു ജനസാഗരം കേന്ദ്ര ഭരണകൂടത്തിന് നൽകുന്നത്. കോടികളുടെ അഴിമതികളിലൂടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർത്ത ഈ ഒരു ഭരണകൂടത്തിന്റെ പതനത്തിന്റെ തുടക്കമായിരിക്കും ഈ ഒരു നീറ്റ് വിപ്ലവം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകാൻ ഒരുങ്ങുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെയും വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെയും കള്ളത്തരങ്ങൾ ഓരോന്നായിട്ട് വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല എന്ന് ആദ്യം ഉറപ്പിച്ചു പറഞ്ഞവർ ഇപ്പോൾ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടതും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾക്ക് സമീപിക്കുന്നതും തങ്ങളുടെ സ്വന്തം പരാജയം ഒളിച്ചു വെക്കാനാണ് എന്ന് പൊതുസമൂഹത്തിന് കൃത്യമായിട്ട് ബോധ്യമായിട്ടുണ്ട്. മോദി സർക്കാരിന്റെ ഈ ഒരു കടുത്ത വഞ്ചനയ്ക്കെതിരെ പ്രതിപക്ഷ കക്ഷികളും കോക്രോച്ച് ജനതാ പാർട്ടി വിദ്യാർത്ഥി സംഘടനകളും ഒന്നടങ്കം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ്. നീതി നിഷേധിക്കപ്പെടുമ്പോൾ പ്രതിരോധം കടമായിട്ട് മാറുന്നു എന്ന ജനാധിപത്യ തത്വം അതേപോലെ തന്നെ മുറുകെ പിടിക്കുകയാണ്. എന്തായാലും ഈ അഹങ്കാരത്തിന്റെ അസ്ഥിവാരം തന്നെ ഉലയ്ക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു പ്രതിഷേധത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ പിന്നോട്ട് പോകാതെ ജന്തർ മന്ദറിൽ ഓരോ ദിവസവും കൂടുന്തോറും ഈ വിദ്യാർത്ഥികളും മറ്റ് അവരെ അനുകൂലിക്കുന്നവരും അവിടെ തടിച്ചു കൂടുമ്പോൾ ഈ പറയുന്ന മോദി സർക്കാരിന്റെ ഭരണത്തിന് വലിയ വിള്ളൽ ഉണ്ടാവുകയാണ്. മാത്രമല്ല ഈ ജന്തർ മന്ദറിൽ നടക്കുന്ന ഈ ഒരു പ്രക്ഷോഭം കേവലം ഒരു രാഷ്ട്രീയ വൽക്കരിക്കുന്ന കാര്യമല്ല, ഈ കുട്ടികളുടെ അവകാശമാണ്. ആ അവകാശത്തിന്മേൽ അവർ ചോദ്യം ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുമ്പോഴും അവിടെ സമരം നടത്തുമ്പോഴും ഇവിടുത്തെ മോദി സർക്കാരും മോദിന്റെ പ്രിയ വിദ്യാഭ്യാസ മന്ത്രി ഈ ധർമ്മേന്ദ്ര പ്രധാനും രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മുന്നിൽ മുട്ടുമടക്കുകയല്ലാതെ മറ്റൊരു മാർഗം ഇപ്പോൾ ഈ മോദി സർക്കാരിനില്ല.